മമ്മൂട്ടി സംഖ്യയായോ? സംഖ്യ ആയതുകൊണ്ടാണോ സംഖ്യ സർക്കാരിൻ്റെ അവാർഡ് സ്വീകരിച്ചത്? മമ്മൂട്ടി ഈ പറയുന്ന മഹാനടനാണ് എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ശരി, നല്ല നടനാണ് മമ്മൂട്ടി, മികച്ച കലാകാരൻ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവരെല്ലാവരും അതിനിടയ്ക്ക് ഈ മതം തിരികെ കയറ്റുന്നത് എന്തിനാണ്? ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും അതിനിടയ്ക്ക് മതം അങ്ങ് തിരികെ കയറ്റും. മതമാണ് ഏറ്റവും നല്ല ആയുധം ഇതിനെല്ലാത്തിനും. ഒരു ഫില്ലറായിട്ട് മതം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മതത്തിനെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതായത് മുസ്ലിം ആയതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കാത്തത് എന്നായിരുന്നു ഇവിടുത്തെ നരേറ്റീവ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു. ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിനാണ് കൊടുത്തത്. എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുത്തില്ല? മമ്മൂട്ടിയല്ലേ കുറച്ചുകൂടെ സീനിയർ എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ചിലർ ചോദിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പത്മഭൂഷൺ മമ്മൂട്ടിക്ക് കൊടുത്തു. പത്മഭൂഷൺ കുറഞ്ഞുപോയി, അതത്ര ശരിയായില്ല. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് തന്നെ മമ്മൂട്ടിക്ക് കൊടുക്കണം എന്നൊക്കെയായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട പക്ഷം എന്ന് പറയുന്നത്. ഇനി ഈ നിലവിളി എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ പത്മഭൂഷൺ വാങ്ങിക്കാനായി മമ്മൂട്ടി അവിടെ ചെന്നു, ഡൽഹിയിൽ ചെന്നു, നരേന്ദ്രമോദിയെ കണ്ടു, പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടുള്ള ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതാ സുഡാപ്പികൾ കൂട്ട ബഹിഷ്കരണം. എന്ത് ചെയ്യുന്നു? ഫോട്ടോയ്ക്ക് ലൈക്ക് അടിക്കില്ല, കമൻറ്റ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. കാരണം നടുക്ക് നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ്. ദുൽഖറും കുടുംബവും മമ്മൂട്ടിയുടെ ഭാര്യയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയ നീരസമായി സുഡാപ്പികൾ നിലവിളിയായിരുന്നു ഇവിടെ കിടന്നത്. ഈ ജിഹാദികൾ, വർഗീയവാദികളുടെ മനസ്സ് എത്രത്തോളം ഇരുണ്ടതാണ്, മതം മാത്രമുള്ളതാണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നതായിരുന്നു ഒരൊറ്റ ഫോട്ടോ. പ്രധാനമന്ത്രിയുടെ ട്വീറ്റും പോസ്റ്റും എല്ലാം ആൾക്കാർ ലൈക്ക് ചെയ്തു. മമ്മൂട്ടിയുടെ വരുമ്പോൾ പലരും ലൈക്ക് ചെയ്യുന്നില്ല. മമ്മൂട്ടിയുടെ ഈ സുഡാപ്പികൾ പലപ്പോഴും മോദിയുടെ പോസ്റ്റുകളിൽ തെറി വിളിക്കാനായിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത്. അവർ ആ പോസ്റ്റ് ലൈക്ക് ചെയ്യാറില്ല എന്നുള്ളത്. അപ്പോൾ മമ്മൂട്ടിയുടെ ചില സുഡാപ്പികൾ ചെന്നിട്ട് മമ്മൂട്ടി ഉണ്ടല്ലോ എങ്കിലും എന്ന് പറഞ്ഞ് ലൈക്ക് ചെയ്യുന്നു. പിന്നെ കുറേ ആൾക്കാർ എന്താണ് ചെയ്തത്? അതിൽ വന്ന് നരേന്ദ്രമോദിക്കെതിരായിട്ട് തെറി പറയും. നിങ്ങൾക്ക് നാണമില്ലേ നരേന്ദ്രമോദിയോടൊപ്പം പോയി ഫോട്ടോ എടുക്കാൻ എന്നൊക്കെയായിരുന്നു കമൻറ്റുകളുടെ വഴി പോയ പോക്ക്. അപ്പോൾ ഇപ്പോൾ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നു. മമ്മൂട്ടി ആരാണ് ശരിക്കും? മമ്മൂട്ടി ഇവരുടെ കണ്ണക്കിൽ ഈ പറയുന്ന നമ്മൾക്ക് നടനാണ്, നല്ല നടനാണ്, സിനിമാ നടനാണ്, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവരുടെ കണക്കിൽ എന്താണെന്നറിയാം? മമ്മൂട്ടി മുസ്ലിമാണ്, മമ്മൂട്ടി കമ്മിയാണ്, കമ്മ്യൂണിസ്റ്റാണ്, കൈരളി ചാനലിൻ്റെ ചെയർമാനല്ലേ, CPM ആയിട്ട് അടുത്ത് ബന്ധമുള്ള ആളാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മമ്മൂട്ടിക്ക് ഇപ്പോൾ ഈ അവാർഡ് കിട്ടുമ്പോൾ മമ്മൂട്ടി എന്താ സംഖ്യയായോ? മമ്മൂട്ടിക്ക് സംഖ്യ അവാർഡാണോ കൊടുത്തത്? ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ ജൂറി എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ചെയർമാൻ ജയരാജനാണ്. അപ്പോൾ ജയരാജിൻ്റെ ജൂറി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പറയുന്ന അവാർഡ് നിർണയ സമിതി പ്രഖ്യാപിച്ച അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ മമ്മൂട്ടി സുഡാപ്പിയായോ? അല്ല, സംഖ്യയായോ? സുഡാപ്പികൾക്ക് സഹിക്കാൻ പറ്റാത്തതിന് കാരണം അതാണോ? ഏതായാലും സുഡാപ്പികളുടെ അസുഖത്തിന് കുറവൊന്നുമില്ല, ഇപ്പോഴും അത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റാണ്, സഖാവാണ്, ഈ പറയുന്ന മുസ്ലിമും കൂടെയാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് സുഡാപ്പികൾക്ക് വലിയ ദഹനക്കേടാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ദഹിക്കുന്നില്ല. എങ്ങനെയാണ് ഒരു സംഖ്യ അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടുന്നത്? അതും കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള മമ്മൂട്ടിക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവരെ നീരസപ്പെടുത്തുന്ന ഏറ്റവും വലിയ കുഴപ്പിക്കുന്ന ചോദ്യം. കരയണോ ചിരിക്കണോ എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, അറിഞ്ഞൂടാ, അത് അറിഞ്ഞൂടാ എന്താണ്. അതാണിപ്പോൾ സുഡാപ്പികൾക്ക് പറ്റിയിരിക്കുന്നത്. സുഡാപ്പികൾക്ക് കരയണോ ചിരിക്കണോ എന്ന് അറിഞ്ഞൂടാ. മമ്മൂട്ടി ആയതുകൊണ്ട് സന്തോഷിക്കാം, എന്നാൽ മമ്മൂട്ടിക്ക് കൊടുത്തത് സംഖ്യ അവാർഡല്ലേ കൊടുത്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് ഇനി കൊടുത്തത്, അത് മുസ്ലിമാണെന്ന് ഇവർ തിരിച്ചറിയില്ല, എന്നിട്ടും എന്തിനു കൊടുത്തു? അപ്പോൾ മമ്മൂട്ടി സംഖ്യയായോ? ഇങ്ങനെയൊക്കെയാണ്. മമ്മൂട്ടിയെ മഹാനടൻ എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കാറുണ്ട്. മഹാനടൻ മലയാളത്തിന് ഒരാളേ ഉള്ളൂ, അത് സത്യനാണ്. സത്യനെ മാത്രമാണ് മഹാനടൻ എന്ന് വിളിക്കാറ്. മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ പ്രേം നസീറിനെയോ സോമനെയോ മധുവിനെയോ ആരെയും മഹാനടൻ എന്ന് വിളിക്കാറില്ല. മഹാനടൻ എന്ന് പറയാൻ യോഗ്യതയുള്ള ഒരാൾ, നിങ്ങൾ വലിയ ചലച്ചിത്രകാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും, മഹാനടൻ എന്ന് വിളിക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ മലയാളത്തിൽ, അത് സത്യനാണ്. ഒരു നോട്ടം പോലും അതിഗംഭീരമായ അഭിനയമായിട്ട് മാറുന്ന അഭിനയത്തിൻ്റെ നടനത്തിൻ്റെ ചക്രവർത്തിയായിട്ടുള്ള ഒരൊറ്റ മനുഷ്യനെ മലയാളത്തിലുള്ളൂ. അത് നിങ്ങൾ മമ്മൂട്ടിയോട് ചോദിച്ചാലും പറയാം അത് സത്യൻ മാത്രമാണ്. അത് മോഹൻലാലിനോട് ചോദിച്ചാലും പറയും അത് സത്യൻ മാത്രമാണ്. പ്രേം നസീറിനോട് ചോദിച്ചാലും പറയും അത് സത്യൻ മാത്രമാണെന്ന്. കാരണം അത്ര ഗാംഭീര്യമുള്ളതായിരുന്നു ആ അഭിനയം, അത്രയ്ക്ക് ചേരുവകൾ ചേർന്നതായിരുന്നു. അതിനെ ഒരിക്കലും അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അതിഗംഭീരമായ അങ്ങനെ ഒരു മനുഷ്യൻ പിന്നീട് പിറവിയെടുത്തിട്ടില്ല മലയാളത്തിൽ എന്നുള്ളത് ഏത് വലിയ സിനിമാകാരനും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതിലാർക്കും തർക്കമുണ്ടാകില്ല. കാരണം സത്യൻ എന്ന് പറയുന്നത് മഹാനടനാണ്. മഹാനടൻ എന്ന പട്ടം, ആ പേര് ചേരുന്ന മലയാളത്തിൽ ഒറ്റ ആളേ ഉള്ളൂ,
അത് സത്യൻ മാത്രമാണ്. മോഹൻലാലിന് മമ്മൂട്ടിക്ക് അത് ചേരില്ല. അത് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കാം. സാധാരണക്കാരൻ്റെ തലയിലേക്ക് പല ബുദ്ധിജീവികളും കെട്ടിവെക്കുന്നതായിരിക്കാം. പലരുടെയും താല്പര്യം ഈ സുഡാപ്പികളും ജിഹാദികളൊക്കെ പോലെ മതമാണ്. വേറെ കുറേ എണ്ണത്തിന് മോഹൻലാലിനെ അങ്ങനെ ചിത്രീകരിക്കാനായിരിക്കും താല്പര്യം. മോഹൻലാലിനെ വിളിക്കുന്നത് കംപ്ലീറ്റ് ആക്ടർ എന്നാണ്. കംപ്ലീറ്റ് ആക്ടർ സമ്പൂർണ്ണ നടനാണ്, ശരിയാണ്. മമ്മൂട്ടിയെ സൂപ്പർ സ്റ്റാർ എന്നാണ് എല്ലാ കാലത്തും വിളിച്ചിട്ടുള്ളത്. സൂപ്പർ താരം തന്നെയാണ്, അഭിനയത്തിൻ്റെ സൂപ്പർ താരം തന്നെയാണ് മമ്മൂട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയേറെ ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ. നിത്യഹരിത നായകൻ എന്നാണ് നസീറിനെ വിളിക്കാറുള്ളത്. പക്ഷേ മഹാനടൻ മലയാളത്തിൽ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. അത് നിങ്ങൾ ഏത് സിനിമാ നടനോടോ ഏത് ചലച്ചിത്രകാരനോടോ ഏത് സംവിധായകനോടോ ആരോട് ചോദിച്ചാലും പറയും ഒറ്റയാൾ മാത്രം, അത് സത്യനാണ്. സത്യൻ മാത്രമാണ് മഹാനടനായിട്ട് മലയാളത്തിനുള്ളത്. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല. മമ്മൂട്ടി മഹാനടനാണോ അല്ലയോ ആ കാര്യങ്ങളൊന്നുമല്ല. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടെ അവാർഡ് കിട്ടുന്നത് ആർക്ക് എങ്ങനെ എന്നുള്ളതിന് ഇവിടുത്തെ സുഡാപ്പികൾക്കും അന്തംകമ്മികൾക്കുമൊക്കെ ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ. അത് മതമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് കൊടുക്കാത്ത ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് കൊടുത്തത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അത് ഇവർക്ക് ഈ പറയുന്ന കുത്തിത്തിരിപ്പുകാർക്ക് സിനിമയെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടാണ്, കലാമൂല്യങ്ങളെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടാണ്, സമഗ്ര സംഭാവനകൾ പരിഗണിക്കുന്ന രീതിയെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ കാര്യം. മമ്മൂട്ടിയോട് തന്നെ ചോദിച്ചു നോക്കൂ നിങ്ങൾ, മോഹൻലാലിനെ എങ്ങനെയാണ് കാണുന്നത്? മോഹൻലാലിനെ പറ്റി മമ്മൂട്ടി പറയുക ഒരു വേഴ്സാറ്റൈൽ ജീനിയസാണ് അദ്ദേഹം. അദ്ദേഹം ഈ പറയുന്ന ഒരുപാട് മാജിക്കുകൾ അഭിനയത്തിൽ കാണിക്കാൻ കഴിയുന്ന ഒരു വലിയ, സത്യന് ശേഷം മലയാളത്തിലുണ്ടായിട്ടുള്ള ഒരു വലിയ നടൻ മോഹൻലാൽ തന്നെയാണ്, സംശയമില്ല അതിൽ. അങ്ങനെ ഉള്ള മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് കഴിവുള്ള ആളാണ്, ഹൈലി ടാലൻറ്റ്. മമ്മൂട്ടിയെ പറ്റി തന്നെ മമ്മൂട്ടി തന്നെ പറയാറുണ്ട്, ഞാൻ മോഹൻലാലിൻ്റെ അത്രയും കഴിവുള്ള ആളല്ല, ഞാൻ സ്വയം കഴിവുണ്ടാക്കിയെടുത്താണ്. ജന്മനാൽ കഴിവുള്ള ആളാണ് മോഹൻലാൽ. ഞാൻ സ്വയം കഴിവുകൾ പരുവപ്പെടുത്തി മിനുക്കി എടുക്കുന്ന ഒരാളാണ്. നിരന്തരം പരിശ്രമിച്ചുകൊണ്ടാണ് ഞാൻ നടനായി നിലനിൽക്കുന്നത്. മോഹൻലാൽ അനായാസമായി അത് ചെയ്യുന്നു എന്നുള്ളത് മമ്മൂട്ടി തന്നെ പറയുന്ന കാര്യമാണ്. അവർക്കിടയിൽ ഈ ഈഗോ ഇല്ല. അതായത് ഈ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തമ്മിലിടയിലില്ല. ഇവിടെ വർഗീയത പറയുന്ന വർഗീയവാദികൾക്കിടയിൽ മാത്രമാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയൊക്കെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യുന്നതെന്നുള്ളതാണ്. ഇവർ തങ്ങളിൽ ഒരിക്കലും അത്തരം ചിന്തയില്ല. അതുകൊണ്ടാണ് ശബരിമലയിൽ പോകുമ്പോൾ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് വഴിപാട് നടത്തുന്നത്. അത് അവരുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്, അത് ആ സ്നേഹബന്ധമാണ്. അവർ തമ്മിൽ മത്സരിക്കുന്നത് കലയുടെ കാര്യത്തിലാണ്. ഈ കലയെന്ന് പോയിട്ട് കലയുടെ അയലത്ത് വരാത്ത വർഗീയവാദികൾക്ക് അവരുടെ മത്സരത്തെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷവും വൈരാഗ്യവുമായിട്ടേ തോന്നുകയുള്ളൂ. പണ്ട് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ രണ്ട് ചേരികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ അണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നമുണ്ടായി. അപ്പോൾ ചട്ടമ്പി സ്വാമികളോട് ഇത് പറഞ്ഞു, അവരിങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങയെ പറ്റി എന്ന് പറഞ്ഞപ്പോൾ ചട്ടമ്പി സ്വാമികൾ തിരിച്ച് പറയുന്നുണ്ട്, ശ്രീനാരായണ ഗുരു പിന്നെ തനിക്ക് അത് ബാധിക്കില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്. തീക്കട്ടയിൽ ഉറുമ്പരിക്കാറില്ല എന്നുള്ളത് പറയാറുണ്ട് എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ആ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം ആത്മീയമായിട്ടുള്ള വലിയ ഉന്നത തലത്തിലുള്ളതാണ്. അതുപോലെയാണ് കലാകാരന്മാരുടെ ആത്മബന്ധം എന്ന് പറയുന്നത് മനുഷ്യാതീതമാണ്. മനുഷ്യനേക്കാൾ അവർ ഉയർന്നു നിൽക്കുന്നത് അവരുടെ കലയോടൊപ്പമാണ്. ആ കലയിൽ നിന്നുകൊണ്ടാണ് മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലുള്ള ആൾക്കാർ തമ്മിൽ ബന്ധപ്പെടുന്നത്. ഈ താഴെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എവിടെ താഴെ? കലയിൽ നിന്ന് താഴെ നിൽക്കുന്നവർ. കല എന്ന് പറയുന്ന ഉയർന്ന അവസ്ഥ മനുഷ്യത്വത്തിൻ്റെയൊക്കെ ഏറ്റവും ഉന്നത മൂല്യങ്ങളിൽ ഒന്നാണ്. അങ്ങനെയുള്ളവർക്ക് കലാകാരനാവാൻ ആ മൂല്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ പരസ്പരം സംവദിക്കുന്നത്. ഇവിടെ ഈ വർഗീയത പറയുന്നവർ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തില്ല, അത് മോഹൻലാലിന് കൊടുത്തു, മുസ്ലിം ആയതുകൊണ്ടാണോ, ഇപ്പോൾ സംഘി സർക്കാരല്ലേ ഭരിക്കുന്നത് എന്നൊക്കെ പറയുന്നവരുടെ ചിന്താഗതി ഈ പറയുന്ന ആമ എഴുതാൻ തോട്ടിൻ്റെ അടിയിലുള്ള ഒരു തലത്തിലും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് വാനത്തിലുമാണ്, ആകാശത്തിലുമാണ് എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഭിന്നതകളില്ലാത്തത്. മമ്മൂട്ടി എല്ലായ്പ്പോഴും ആദരിക്കപ്പെടേണ്ട വലിയ കലാകാരൻ തന്നെയാണ്, അതിൽ സംശയമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. അതുമാത്രവുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണേ, ഈ സുഡാപ്പികൾ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, ഇത് സംഘി അവാർഡാണ് കൊടുത്തത്, സംഘിയായി, മമ്മൂട്ടി സംഘിയായി എന്ന് വരെ പറയുന്നവരുണ്ട്. കലാകാരന്മാർക്ക് അത്തരത്തിലുള്ള, അല്ലെങ്കിൽ വലിയ മനുഷ്യർക്ക് അത്തരത്തിലുള്ള ഇവരുടെ തുലാസിൻ്റെ ആവശ്യമില്ല. അവർക്ക് തങ്ങളിലറിയാം. അത് മാത്രവുമല്ല, അവരെ ശരിയായ വണ്ണം സ്വീകരിക്കുന്ന ജനങ്ങൾക്കും അറിയാം മമ്മൂട്ടിയും മോഹൻലാലിനും ഒക്കെ തന്നെ വളരെ പ്രിയപ്പെട്ട നടന്മാർ തന്നെയാണ്. ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ കണ്ട് വളരെയധികം കോരിത്തരിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. അതിഗംഭീരമായിട്ടുള്ള അഭിനയമായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് താരതമ്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക്
റോസാപ്പൂവിനോടാണോ അതോ തെച്ചിപ്പൂവിനാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ 2 നടന്മാരെയും തമ്മിലൊക്കെ കമ്പയർ ചെയ്യുന്നത്. റോസാപ്പൂവും തെച്ചിപ്പൂവും ഏതാണ് ഏറ്റവും പ്രിയം? നമുക്ക് രണ്ടും പ്രിയമല്ലേ? അതിലെങ്ങനെയാ വേർതിരിവ് പോലും കാണാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ്. തെച്ചിപ്പൂവാണോ ചെമ്പരത്തിപ്പൂവാണോ ഭംഗി കൂടുതൽ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അപ്പോൾ പിച്ചിപ്പൂവാണോ മുല്ലപ്പൂവാണോ എന്ന് നല്ലത് എന്ന് ചോദിക്കുന്ന പോലെയാണ്. എല്ലാത്തിൻ്റെയും ഭംഗിയെ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ടാകുന്നത് അവൻ്റെ ഉയർന്ന ചിന്തയിലൂടെയാണ്. അതില്ലാത്തവർ ഈ സുഡാപ്പികൾ, ജിഹാദികൾ ഇങ്ങനെ കിടന്ന് കുരച്ചുകൊണ്ടേയിരിക്കും. മഹാനടന്മാർ ഉന്നതമായ ഇടങ്ങൾ കലയോടൊപ്പം കീഴടക്കിക്കൊണ്ടുമിരിക്കും. പ്രിയമുള്ളവരെ, ഏറ്റവും പുതിയ വാർത്തകൾ മറ്റാരും പറയുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ അത് ചെയ്യണേ.